നമസ്കാരം, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് റിലേറ്റഡ് ഒന്നുമല്ല കേട്ടോ. ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ റിലേറ്റഡ് ആണ്, ഫേസ് കെയർ റിലേറ്റഡ് ആണ്. ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറിയൻ സ്കിൻ കെയർ റൂട്ടീനാണ്. പണ്ടൊക്കെ തന്നെ ആൾക്കാർ കൊറിയക്കാരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. കൊറിയക്കാരിയുടെ ചായയാണ്, ചൈനീസുകാരുടെ ചായയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അവരൊക്കെ ഭയങ്കര ഇൻ്റർനാഷണൽ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സൊക്കെ ആയിട്ട് ആളുകൾ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷം. ഈ കർമ്മ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഒരിക്കൽ വിഷമിച്ചിട്ടുണ്ട്. കൊറിയക്കാരിയെ പോലെ ഇരിക്കണമെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അന്നൊക്കെ എന്തോ ഒരു കളിയാക്കുന്നൊക്കെ പോലെയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാവരും കൊറിയക്കാരിയെ പോലെ ആവാൻ വേണ്ടിയിട്ട് ഓടി നടക്കുക. അപ്പം ഈ ജനറേഷൻ്റെ ഒക്കെ ഒരു ചേഞ്ച്, നമ്മുടെ ജനറേഷൻ മാറുന്നതനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ വേറൊന്നുമല്ല, ഞാൻ കൂടുതൽ വാചടിക്കുന്നില്ല, നേരെ ഡയറക്റ്റായിട്ട് കാര്യത്തിലേക്ക് പോവാം. ഇപ്പോൾ ഈ ഒരു കൊറിയൻ സ്കിൻ കെയറിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റായിട്ട് അവർ പറയുന്നത്, അവർ ഡെയിലി ചെയ്യുന്ന കാര്യമാണ് ഫേസ് മാസ്ക് ഇടുക എന്നുള്ളത്. അപ്പം നമ്മുടെ സ്കിൻ ഈ കൊറിയക്കാരുടെ പോലത്തെ സ്കിന്നും അല്ല. അത് മാത്രമല്ല, അവിടുത്തെ ക്ലൈമറ്റും നമ്മുടെ ക്ലൈമറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ചെയ്യുന്ന സെയിം റൂട്ടീനൊക്കെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം നെഗറ്റീവ് എഫക്ട്സും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയാണ്. നമ്മുടെ ഫുഡിങ് ആണെങ്കിലും നമ്മുടെ ക്ലൈമറ്റ് ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും അവരുമായിട്ടൊന്ന് ഭയങ്കര ഡിഫറെൻ്റാണ്. അപ്പോൾ ഈ ഫേസ് മാസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ. നമ്മൾ ഈ മുഖത്ത് ഒരു വൈറ്റ് കളറിലൊക്കെ ആൾക്കാർ കാണാറില്ല. ഞാൻ പിന്നെ ഇട്ട് കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയ്യായിട്ട് കാണിക്കാൻ, അതുകൊണ്ടൊക്കെ തന്നെ. അപ്പോൾ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, ഒരു തുണി പോലത്തെ ഒരു സാധനമാണ്. എന്തോ ഒരു മെറ്റീരിയലാണ്. എന്താ മെറ്റീരിയൽ എന്ന് എനിക്ക് അറിയത്തില്ല. അതിന് പുറകിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ വായിച്ചിരുന്നു, മറന്നുപോയി. അപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ്, ആ മെറ്റീരിയലാണ് നമുക്കൊരു ക്ലോത്ത് പോലത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു സാധനം നല്ല വെച്ചായിരിക്കും. അപ്പോൾ ഓരോരോ സിറംസാണ് അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത് സീവീഡാണ്, ടോണി മോളിയുടെ സീവീഡാണ് ഇത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് നൈക്കയുടെ റോസ് ഗോട്ട് മിൽക്ക്, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇത് ഫുള്ള് മാസ്കുകളാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും മേടിച്ച് വയ്ക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇടയ്ക്ക് ഓഫേഴ്സ് വരും. അതായത് ഇതിന് ഒരു മാസ്കിന് 100 റുപ്പീസാണ്. അപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ പോൺസിൻ്റെ ഒക്കെ കുറച്ച് കുറവാണ്. ഇപ്പോൾ ടോണി മോളി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആകുമ്പം കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഈ ഇടയ്ക്ക് ഓഫർ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 5 എണ്ണം നമുക്ക് ഫ്രീ കിട്ടും. അതായത് 1000-ൻ്റെ സാധനം നമുക്ക് 500 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിൽ ആ സമയത്ത് പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതങ്ങ് വാങ്ങിക്കും. കാരണം എപ്പോഴും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചു പോയി. ഞാൻ അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാറില്ല. ഞാൻ വീക്കിലി വൺസ്, ഒന്നെങ്കിൽ സൺഡേ ആയിരിക്കും ഞാൻ യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് നാളെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ രാത്രി യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തിട്ട് 15 മിനിറ്റൊക്കെ ഇട്ടിട്ട് റിമൂവ് ചെയ്തിട്ട് കിടന്നുറങ്ങും. ഞാൻ കഴുകത്തില്ല, ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യും, അത്രയുള്ള സീറം ഒന്ന് മസാജ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് മേക്കപ്പ് ഭയങ്കരമായിട്ട് ബ്ലെൻഡ് ആവും. ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ ചെയ്യുന്നൊരു കാര്യമാണ് ഈ മേക്കപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് ചെയ്യും. അപ്പം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ്ഡ് ആവും. അപ്പോൾ ഡ്രൈ എഫക്റ്റ് ഒന്നും വരത്തില്ല സ്കിന്നിൽ. കാരണം ഡ്രൈ വരുമ്പോഴത്തേക്ക് സ്കിന്നിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സ്കിന്നിങ്ങനെ പൊളിഞ്ഞ് മേക്കപ്പ് ഇങ്ങനെ പൊളിഞ്ഞ് വരുന്ന പോലൊരു ഫീൽ വരും. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവില്ല, അല്ലേ? കാണാൻ നല്ല വൃത്തിയായിട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാധനമാണ് ഇപ്പോഴത്തെ ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ. ഇത് നല്ല മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ് കേട്ടോ.